ഹലോ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഞാൻ ഫേസ്ബുക്കിൽ ഒരുപാട് സങ്കടങ്ങളുള്ള വീഡിയോകളാണ് അധികം ഇടുന്നത്. ഇപ്പോൾ കണ്ണു കാണാത്ത കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിക്കുന്ന വീഡിയോ ആണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഷെയർ ചെയ്താണ് ഞാൻ പറഞ്ഞു വരുന്നത്. ആ കുഞ്ഞുങ്ങളുടെ ഒരവസ്ഥ, എന്നിട്ടും അവർ ജീവിക്കുന്നു. ദൈവം 2 കണ്ണ് തന്ന നമ്മൾ എത്രയോ ഭാഗ്യവാന്മാരാണ്, ഭാഗ്യം ചെയ്ത ആൾക്കാരാണ് ആ കുഞ്ഞുങ്ങൾ. അപ്പോൾ എൻ്റെ ഒരു അപേക്ഷയും കൂടിയാണ്, എത്രയോ കയ്യും കാലും ഉള്ളവരും 2 കണ്ണുള്ളവരും ആരോഗ്യമുള്ള ആൺകുട്ടികളും ജോലിക്ക് പോകാതെ സ്വന്തം അച്ഛനും അമ്മനെ ഉപദ്രവിച്ച് അവരിൻ്റെ വട്ടച്ചെലവിനുള്ള പൈസയ്ക്ക് വേണ്ടി അച്ഛനും അമ്മനെ ഉപദ്രവിക്കുന്നവരും അച്ഛനും അമ്മനെ നോക്കാത്തവരും പണിക്ക് പോയിട്ട് നോക്കാത്തവരും പണിക്ക് പോകാണ്ടും അങ്ങനെ ജീവിക്കുന്ന എത്രയോ ആൺപിള്ളേർ ഈ ലോകത്തുണ്ട്, ഇല്ലെങ്കിൽ എത്രയോ പെൺകുട്ടികളുണ്ട്. അച്ഛനും അമ്മൻ്റെ ഇതിനു വേണ്ടി വയസ്സായ അച്ഛനും അമ്മനെ ഉപദ്രവിച്ചിട്ടും അവരിൻ്റെ നിന്ന് കാശ് വേണമെന്ന് പറഞ്ഞ് ജീവിച്ചിട്ടും നിങ്ങൾ ഞങ്ങൾക്ക് സഹായിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടും ജീവിക്കുന്ന എത്രയോ ആ മക്കളും ഉണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഈ 2 കണ്ണും കാണാത്ത കുട്ടികൾ ഓരോന്ന് ചെയ്യുമ്പോൾ ഈ ലോകം ഇങ്ങനെയും ഉണ്ടോ? ഈ ലോകത്ത് നമ്മളെപ്പോഴും നമ്മളിനെ ചിന്തിക്കാതെ, ഇല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തെക്കുറിച്ച് സങ്കടപ്പെടാതെ, നമ്മളിൽ താഴ്ന്നവരെ, നമുക്ക് 2 കണ്ണുള്ളപ്പോൾ 1 കണ്ണുപോലും ഇല്ലാത്ത എത്രയോ പേര്, നമ്മൾക്ക് 2 കൈയും 2 കാലും തന്നിട്ടും പണിക്ക് പോകാത്ത എത്രയോ ആമക്കളും പെൺമക്കളും ഉള്ളപ്പോൾ എത്രയോ കയ്യും കാലും ഇല്ലാത്ത മക്കൾ ജോലി ചെയ്ത് കുടുംബം നോക്കുന്നു, അച്ഛനും അമ്മനെ നോക്കുന്നു. അപ്പോൾ നമ്മൾ ശരിക്ക് പറഞ്ഞാൽ ശിലകളെ അല്ല തൊഴുതേണ്ടത്, ഇല്ലെങ്കിൽ മറവിലിരിക്കുന്ന ദൈവമുണ്ട് എന്ന് പറഞ്ഞ് തൊഴുതേണ്ടത് അവരെ അല്ല. കയ്യും കാലും ഇല്ലാതെയും കണ്ണ് കാണാതെയും അധ്വാനിച്ച് പൈസ ഉണ്ടാക്കി സ്വന്തം അച്ഛനും അമ്മയെയും എല്ലാവരെയും നോക്കുന്ന കുഞ്ഞുങ്ങൾ ആരാണ്? അവരെയാണ് നമ്മൾ തൊഴുതേണ്ടത് ഈ സമൂഹത്തിൽ. ഇല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന എത്രയോ മനുഷ്യരുണ്ട്, അവരൊക്കെ ഉള്ളത് കൊണ്ടാണ് ചെയ്യുന്നത്. എനിക്ക് ചെയ്യാൻ മനസ്സുണ്ട്, പക്ഷേ എൻ്റെ കയ്യിൽ പൈസയില്ല. അപ്പോൾ കോടികൾ കയ്യിലുള്ളവരെന്തെങ്കിലും സഹായിക്കുന്നുണ്ട്, അതല്ല ശരിക്ക് പറഞ്ഞാൽ ഇത് കൈകാലില്ലാത്ത മക്കൾ അധ്വാനിച്ച് സ്വന്തം അച്ഛനും അമ്മയെയും നോക്കുന്നു, അച്ഛനും അമ്മയെയും സഹായിക്കുന്നു എന്ന് പറയുന്നവരെയാണ് നമ്മൾ കൈയെടുത്ത് തൊഴുതേണ്ടത്. ഇപ്പോൾ ആ 2 കണ്ണും കാണാത്ത ഓരോ കുഞ്ഞുങ്ങൾ ഓരോ പിടിച്ചോറ് വാരി തിന്നുന്നത് നമ്മൾ കാണുമ്പോൾ, കണ്ണ് കാണുന്ന നമ്മൾ ബിരിയാണി തിന്നിട്ട് അതിനെക്കുറിച്ച് പറയുന്നു, ഇല്ലെങ്കിൽ വലിയ വലിയ സദ്യകൾ തിന്നിട്ട് അതിനെക്കുറിച്ച് പറയുന്നു, വലിയ വലിയ വിലപിടിച്ച ഡ്രസ്സുകളും ഇടുമ്പോൾ അതിനെക്കുറിച്ച് പെരുമ പറയുന്നു, ഇല്ലെങ്കിൽ കുറേ സ്വർണ്ണങ്ങൾ വാങ്ങിക്കൂട്ടി, ഇല്ലെങ്കിൽ ബാങ്കിൽ കുറേ അക്കൗണ്ടുകളിൽ ഇട്ടിട്ട് അതിനെക്കുറിച്ച് പെരുമ പറയുന്ന ഈ സമൂഹത്തിൽ നമ്മൾ ശരിക്ക് ആദരിക്കേണ്ടതും സ്നേഹിക്കേണ്ടതും ഇതുപോലെയുള്ള കൈകാലില്ലാത്തവരെയും ക്യാൻസർ രോഗികളെയും 2 കണ്ണും കാണാത്ത ആ കുഞ്ഞുങ്ങളെയും ആണ് നമ്മൾ സംരക്ഷിക്കേണ്ടതും നമ്മൾ നോക്കേണ്ടതും. അപ്പോൾ ഞാൻ പറയുന്നത്, 2 കണ്ണുമുള്ളവർ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ആ കണ്ണ് ദാനം ചെയ്യാൻ ഒരു സന്മനസ്സ് കാണിക്കണം. എനിക്ക് ഷുഗറുള്ള കാരണം എൻ്റെ കണ്ണ് കൊടുക്കാൻ പറ്റില്ല, കാരണം ഞാൻ ലെൻസ് വെച്ചിരിക്കുന്നതാണ് കണ്ണിൽ. എനിക്ക് 2 കണ്ണും ഷുഗർ വന്ന് പോയതാണ്. എൻ്റെ ഈ ശരീരം ഞാൻ ആർക്കെങ്കിലും ഉപകരിക്കും എന്ന് ചിന്തിച്ച് ജീവിച്ച ഒരാളാണ്. പക്ഷേ ദൈവം എനിക്ക് ഈ ഷുഗർ എന്നുള്ളൊരു അസുഖത്തിന് കൊണ്ടുവന്ന് തന്നു. ആർക്കോ വേണ്ടി ഞാൻ ജീവിച്ചു. ഗൾഫ് രാജ്യത്ത് വന്ന് ഞാൻ ആർക്കോ വേണ്ടി സമ്പാദിച്ചു, ആർക്കോ വേണ്ടി ഞാൻ അധ്വാനിച്ചു, ആർക്കോ വേണ്ടി ഞാൻ കഷ്ടപ്പെട്ടു. പക്ഷേ ഇന്നെനിക്ക് ഈ സമൂഹത്തിൽ ആർക്ക് വേണ്ടി ഞാൻ ജീവിച്ചോ അവരാരും ഇന്ന് എൻ്റെ ചുറ്റുപുറത്തിലില്ല. ഒരുപാട് വേദനകൾ എനിക്കുണ്ട്.
അതിൻ്റെ ഇടയിൽ ഈ വീഡിയോകൾ ഇങ്ങനെ കാണുമ്പോഴുള്ള സങ്കടം കൊണ്ടാണ് ഞാൻ ചില വീഡിയോകളിൽ കരഞ്ഞു പോകുന്നത്. കാരണം ഈ സമൂഹത്തിൽ ഇങ്ങനെയും ഉണ്ടോ ജനങ്ങൾ? അതാലോചിക്കുമ്പോൾ വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഈ ഒരാഗ്രഹം സാധിക്കാൻ എനിക്ക് നിങ്ങളുടെ ഓരോ ലൈക്കും സപ്പോർട്ടുമാണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോവുക. പൈസ കൊണ്ട് ആരും സഹായിച്ചില്ലെങ്കിലും പ്രശ്നമില്ല. പക്ഷേ എനിക്ക് ഒരു ലൈക്ക് ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങൾ തന്ന് എൻ്റെ ഈ ആഗ്രഹം ഒന്ന് നടത്തി തരണേ. എല്ലാവർക്കും സഹായിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ കയ്യിൽ പൈസയില്ല. അപ്പം എല്ലാവരുടെ അടുത്തും വലിയൊരു നമസ്കാരം. ബൈ.